ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ലൈഫ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ കുഞ്ഞു നാളിലെ മുതലേ പോയിക്കൊണ്ടിരുന്ന ഒരു ക്ഷേത്രമുണ്ട്, ഗൗരീശോട്ടം മഹാദേവ ക്ഷേത്രം. അവിടെ ഇത്തവണത്തെ തൃക്കൊടിയേറ്റ് മഹോത്സവം ആരംഭിച്ചിട്ടുണ്ടായിരുന്നേ. തുടങ്ങിയ ദിവസവും നമുക്ക് പോകാൻ പറ്റിയില്ല, പക്ഷേ ഇന്ന് പോകാമെന്ന് കരുതി അങ്ങനെ പോവുകയാണ്. എന്തായാലും കൊടിയേറിയ ദിവസം പോകാൻ പറ്റാത്തത് കാരണം ഏതെങ്കിലും ഒരു ദിവസം പോകണമെന്നും പറഞ്ഞിരുന്നതായിരുന്നു. പക്ഷേ ഇന്ന് തന്നെ പോകാൻ പറ്റി. പോയിൻ്റെ മെയിൻ കാരണം തന്നെ ഇന്ന് രാവിലെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നേ. ഇന്ന് അച്ഛൻ്റെ കണക്കായിട്ടാണ് രാത്രിയിലുള്ള ലഘുഭക്ഷണം വെക്കുന്നത്. അപ്പോൾ അതും കൂടെ ആയത് കാരണം ഇന്ന് എന്തായാലും പോയൊന്ന് തൊഴാമെന്ന് കരുതിയേ. അങ്ങനെ നമ്മൾ വൈകുന്നേരം കോവിലിനകത്തോട്ട് കയറിയപ്പോഴത്തേക്കും നല്ല രീതിയിൽ ഈ പുഷ്പാലങ്കാരമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയായിരുന്നു കാണാൻ. പിന്നീട് ഫുഡ് കൊടുക്കാൻ സമയമായപ്പോഴത്തേക്കും നമ്മൾ ആദ്യം കയറിയാലേ കൊടുത്തു തുടങ്ങുള്ളൂ. ആരാണോ കൊടുക്കുന്നത് അവരകത്ത് കയറിയാലേ ആളുകൾക്ക് കൊടുത്തു തുടങ്ങുള്ളൂ. അങ്ങനെ ഹസ്ബൻഡും എൻ്റെ അനിയത്തിയും അച്ഛനുമാണ് ആദ്യം ഫുഡ് കൊടുക്കുന്നത്. അമ്മ മോളെ എടുത്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. എന്നെ പിന്നെ കാണാൻ പറ്റില്ല, ഞാൻ വീഡിയോ എടുക്കുകയായിരുന്നു. പിന്നീട് എൻ്റെ അടുത്തൂടെ കൊടുക്കാൻ പറഞ്ഞിട്ട് ഹസ്ബൻഡ് വീഡിയോ എടുക്കുന്നതാണ്. അങ്ങനെ നമ്മൾ ആരുടെ ഫാമിലിയാണോ കൊടുക്കുന്നത് അവർ വന്ന് കുറച്ച് നേരം കൊടുത്തതിന് ശേഷം പിന്നെ അവിടെ ഉള്ള ആളുകളങ്ങ് കൊടുത്തോളൂ. അങ്ങനെ കൊടുത്തതിനൊക്കെ ശേഷം നമ്മൾ വന്നിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയായിരുന്നേ. ഇന്നത്തെ ഫുഡെന്ന് പറയുന്നത് ചപ്പാത്തിയും ടൊമാറ്റോ കറിയും പിന്നെ ഒരു പീസ് കേസരി ഉണ്ടായിരുന്നേ. നല്ല ഫുഡായിരുന്നേ. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം പുറത്തിറങ്ങി കൊടിയേറിയിരിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെയെല്ലാം നിന്ന് നന്നായിട്ടൊന്ന് തൊഴാൻ പറ്റി കേട്ടോ. തിരക്കുണ്ടായിരുന്നാലും നന്നായിട്ട് തൊഴാൻ പറ്റി. അമ്പലത്തിനോട് ചേർന്നിട്ടുള്ള കുളമാണ്. എപ്പം അതിൻ്റെ നേരം വ്യൂ ഒന്നും കാണാൻ പറ്റൂല. രാവിലെ ആയിരുന്നെങ്കിൽ മീനൊക്കെ ഉള്ളത് കാണിക്കായിരുന്നു. അങ്ങനെ പിന്നെ കുറേ നേരം അവിടെ നിന്നപ്പോഴത്തേക്കും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. ഡാൻസും പാട്ടും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അതെല്ലാം നിന്ന് കണ്ടതിന് ശേഷം ഇങ്ങനെ വീഡിയോ എടുക്കാൻ നിർത്തിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്ന് കൂടെ ജോയിൻ ചെയ്തതാണ് ഇത്. അതിന് ശേഷം പിന്നെ നമ്മുടെ നിയക്കുട്ടൻ നമ്മളുടെ കൂടെ വരുന്നില്ല, അമ്മമ്മയുടെയും അപ്പൂപ്പൻ്റെയൊക്കെ കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് അവൾ ഓട്ടോയിലങ്ങ് വന്നേ. അങ്ങനെ നിയക്കുട്ടൻ അപ്പൂപ്പൻ്റെയും അമ്മമ്മയുടെയും കുഞ്ഞയുടെയും കൂടെ ഓട്ടോയിലാണ് വന്നത്. നമ്മൾ നമ്മുടെ ടൂ വീലറിൽ ഇങ്ങനെ വന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ടാറ്റ, ബൈ.